എല്ലാ പ്രിയമുള്ള സുഹൃത്തുക്കൾക്കും വീണ്ടും നമ്മുടെ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനസ്സിലാക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. ആ വഴിയിൽ ഒരു പക്ഷേ ആളുകൾ കുറവായിരിക്കും. എന്നാലും കോൺഫിഡൻസോടുകൂടി നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ സത്യത്തിൻ്റെ വഴി അങ്ങനെയാണ്. കുറച്ചു പേരേ ഉണ്ടാകും. കാപഠ്യത്തിൻ്റെ വഴിയിൽ എമ്പാടും ആളുകൾ ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രധാനമായിട്ടും ഇന്ന് ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം നിങ്ങൾ വിഷയം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു റെനി. അതായത് നിഷ്കളങ്കനായ സ്ത്രീലമ്പടൻ, ഒരു വകതിരിവില്ലാത്ത പിഴച്ചോനും ഈ വിഷയം എടുക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഫോണിൻ പ്രോഗ്രാമൊക്കെ വന്ന സമയത്ത് എൻ്റെ നമ്പർ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്പരാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരേ നമ്പറിൽ നിന്ന് തന്നെ 30 കോള്. ഞാൻ സാധാരണ ഫോൺ അങ്ങനെ ഓൺ ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രം നമ്മുടെ ഈ ലൈവ് സമയത്തൊക്കെ മാത്രമേ ഓണാക്കാറുള്ളൂ. മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഫോണാണ്. സുജിന, ഹായ്. അങ്ങനെ 30 കോള്. അത് വന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. അങ്ങനെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇക്കാനോട് പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചതാണെങ്കിലോ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ വന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചു. പൂര തെറി വിളിയാം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഒരാൾ നിങ്ങളെ പറയാൻ പറഞ്ഞതാണ്. ശരി, സന്തോഷം. ഇപ്പം നിങ്ങൾക്ക് സന്തോഷം കിട്ടിയോ, സമാധാനം കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് അടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഒരാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ക്യാമ്പയിനുകളുമുണ്ട്. അങ്ങനെ അവര് ഒരു ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ട് തന്നു. ഈ ജാമിദായെ പൂട്ടിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടിയുള്ള നിയമസഹായത്തിന് വേണ്ടിയിട്ടും ഇയാൾ കൊടുത്ത പൈസയുടെ ഒരു സ്ക്രീൻഷോട്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും എൻ്റെ വിഷയമല്ല സുഹൃത്തെ, ഇതിലൊന്നും തലയിടാനോ എനിക്ക് ഒരു സെക്കൻഡ് പോലും ഇതിനു വേണ്ടി ചിലവഴിക്കാനോ സമയമില്ല. യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ വ്യക്തി അല്ല ജാമിദ. ഒന്നതാണ് ഉത്തരം. 2, യൂട്യൂബ് ചാനൽ എൻ്റെ വരുമാന മാർഗമല്ല. വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ കഷ്ടപ്പെടുന്നുണ്ടതിനനുസരിച്ചിട്ട് എനിക്ക് വരുമാനം കിട്ടുന്നതിന് എന്താ പ്രശ്നം? ആരുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒന്നും അല്ലല്ലോ. എനിക്ക് ഭർത്താവുണ്ട്. അയാൾ നല്ല രൂപത്തിൽ അധ്വാനിച്ച് തന്നെയാണ് എൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ 4 പേരുണ്ട്. ഒരു ചെറുതാണ്. മറ്റു 3 പേരും പാർട്ട് ടൈം ജോബ് ചെയ്ത് എന്താണ് ഒബ്ലിഗേറ്ററി അവരെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അധ്വാനശീലം ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആരുടെയും ഒരു നാണയത്തുട്ട് പോലും അനർഹമായി പറ്റി ശീലമുള്ള ആളല്ല ഞാൻ. ഇനിയിപ്പോൾ എനിക്കൊരു കേസ് വന്നു, എൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് തന്നെ ഞാനത് ചെയ്യും. ഞാനങ്ങനെ പിച്ച തെണ്ടത്തില്ല. നമുക്ക് പറ്റുന്ന പണിക്ക് നമ്മൾ നിന്നാ പോരെ, അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ മക്കളൊക്കെ ജോലിയുടെയും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വേതനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം അറിയുന്നവരായതുകൊണ്ട് അവർ കൃത്യമായ രൂപത്തിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കോളേജിലെ ഫീസ് കാര്യങ്ങൾ ഒക്കെ മാത്രമാണ് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ആരുടെയും സൗജന്യത്തിൻ്റെ ആവശ്യമില്ല. ആരോടും ഭിക്ഷയെടുത്ത് ജീവിച്ചിട്ടില്ല, തെണ്ടിയിട്ടില്ല, കടം വാങ്ങി പറ്റിച്ചിട്ടില്ല, ആരെയും കബളിപ്പിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം കൊണ്ടുവരേണ്ടത് ആരോപിക്കുന്നവരാണ്. ആരോപണത്തിനൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ. അതിൻ്റെ വെറുതെ നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. ഒരു കാര്യം അതാണ്, അയാൾ വിളിച്ചു, കുറേ സമയം സംസാരിച്ചു, കുറേ അധികം സ്ക്രീൻഷോട്ടുകൾ ഇട്ട് തന്നു. ജാമിദയുടെ ചാനൽ പൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചാനൽ പൂട്ടി എന്നിരിക്കട്ടെ, ഇസ്ലാം രക്ഷപ്പെടുക? ഞാൻ അടുത്തൊരു ചാനൽ തുടങ്ങി വരില്ലേ വീണ്ടും? ഇത്രയും വർഷം വേണ്ടി വരില്ല രണ്ടാമതൊരു ചാനൽ തുടങ്ങിയാൽ അതിനെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളത്. മനസ്സിലായ? അതുകൊണ്ട് ചിലരുടെ ഉത്തരങ്ങൾ മുട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ചെറുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു. എന്തുകൊണ്ടാ സാധിക്കാതെ പോകുന്നത്? അറിവില്ലാത്തത് കൊണ്ട്.
ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? പ്രതിരോധിക്കാൻ പറ്റാതെ വരുന്നു. കാരണം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവരോട് പറയുന്നത്. ആ യാഥാർത്ഥ്യങ്ങളോട് ഇവർ എങ്ങനെയാണ് തിരിച്ച് മറുപടി പറയുക? അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും ആ യാഥാർത്ഥ്യങ്ങളൊന്നും ഇല്ലാതിരിക്കണം. ഞാൻ ഖുർആനും ഹദീസും ഒക്കെ മാത്രമേ സംസാരിച്ചിട്ടുള്ളല്ലോ. ഖുർആനിലും ഹദീസിലും ഉള്ള വസ്തുതകൾ അതുപോലെ പറയുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടുന്നതും നിങ്ങൾക്ക് മറുപടി പറയാനാകാതെ മറ്റൊരാളെ കൊണ്ടുവന്നിരുത്തി അനാവശ്യങ്ങൾ പറയിപ്പിക്കുന്നതും ഇസ്ലാമിന് ഇന്നല്ലെങ്കിൽ നാളെ കോട്ടമേ ഉണ്ടാകും. കാരണം പറയുന്ന വ്യക്തി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പണം കൊടുത്തും പിന്തുണ കൊടുത്തും പറയിപ്പിക്കുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. ഒന്നും പറയുന്നില്ല കൂടുതലായിട്ട്. അപ്പൊ എനിക്ക് അവരൊരു 4 മിനിറ്റ് സംതിങ് ഉള്ള ഒരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. ആ വോയിസ് കേട്ടിടത്തോളം അതിനകത്ത് പറയുന്നത് വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരാളുടെ പേര് അതിനകത്ത് എടുത്ത് പറയുന്നത് കൊണ്ട് എനിക്ക് അവരുടെ പേര് പോലും പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും എൻ്റെ ചാനലിൽ അത്തരം നികൃഷ്ട ജീവികളെ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ കൊണ്ടുവരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോടും സ്ഥായിയായ വൈരാഗ്യമില്ല. ഇന്നലെ നമ്മൾ ലൈവിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു സ്ത്രീയും ഫാമിലിയുമാണ് വന്നത്. അവർ വന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നു, സംസാരിച്ചു, സഹകരിച്ചു, ചായയൊക്കെ കുടിച്ചു. ഒരു 11 മണി 11:30 അവർ പോവുകയും ചെയ്തു. അതാ, ആരോടും സ്ഥായിയായിട്ടുള്ള വിരോധമില്ല. ഞാൻ അവരുടെ കുടുംബത്തെ അതിക്രമിച്ച് കയറിയിട്ടില്ല. അവരുടെ മക്കളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടില്ല. അവരുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽക്കുന്ന രൂപത്തിൽ ഞാൻ അവരെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എന്നോട് ആ വൈരാഗ്യവുമില്ല. ആശയപരമായ രൂപത്തിൽ മാത്രമേ ഞാൻ അവരെ വിമർശിച്ചിട്ടുള്ളൂ. പണമിടപാടുകൾ നടത്തിയിട്ടില്ല, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല, പരസ്പരം തെറ്റിയിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ ഒരാളോട് സ്ഥായിയായിട്ടുള്ള വിരോധത്തിന്റെ ആവശ്യം എന്താണ്? അപ്പോ ചിലർക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങൾ നമ്മളിൽ നിന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമാണ് വിരോധമുണ്ടാകുക എന്നത്. ഇപ്പോ നിരന്തരം എന്നെ സംബന്ധിച്ചിട്ട് ചില മുസ്ലിം പുരുഷന്മാര് വീഡിയോകൾ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു. റെനി, നമ്മുടെ നമ്പർ ഒന്നിട്ടേക്ക് റെനി. ഇസ്ലാമിനെ വിമർശിക്കുന്നു, മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. വന്ന് ഡിബേറ്റിനിരിക്കടാ. മുസ്ലിം സമുദായത്തെ ഞാൻ എവിടെയാണ് അപകീർത്തിപ്പെടുത്തിയത് എന്ന് തെളിയിക്കട. അതല്ലേ വേണ്ടത്. ആണത്വം എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ളവർ പണിക്ക് നിൽക്കില്ല. പോട്ടെ. എന്റെ മതത്തെ അനാവശ്യമായി ജാമിദ വിമർശിക്കുന്നു, അതുകൊണ്ട് പബ്ലിക്കായിട്ട് ജാമിദ പറയുന്നത് ഇസ്ലാമിലില്ലാത്ത വസ്തുതകളാണ് എന്ന് ഞാൻ തെളിയിക്കാം. അതല്ലേ വേണ്ടത്. പടച്ചോൻ ഇഷ്ടപ്പെടുന്നതും അത് തന്നെയല്ലേ. ചേകനൂർ മൗലവി 1960കളിൽ ലഘുലേഖകൾ എഴുതിയിട്ട് മുസ്ലിം പുരോഹിതന്മാരെ വെല്ലുവിളിച്ചു. ആ റൈറ്റ് പാത്ത് അങ്ങ് പൊയ്ക്കോളൂ. ഞാൻ മതത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സിനിമാ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഇതൊരു ബ്യൂട്ടി ടിപ്പിന്റെ ചാനലല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയിക്കോ. അതല്ലേ വേണ്ടത്. വിഷ്ണു പ്രസാദ് ഇറങ്ങിപ്പോയിക്കോ. എടാ, അതൊക്കെ സാമാന്യ ബുദ്ധിയാ. നമുക്ക് താല്പര്യമില്ലാത്ത ഒരിടത്ത് പോകാതിരിക്കുക. ഒരു ചിക്കൻ കടയിൽ പോകുന്നു, എനിക്ക് എന്റെ സ്മെല്ല് പറ്റില്ല. ആ കട പൂട്ടിക്കാൻ എന്തിനാണ് നീയൊക്കെ ശ്രമിക്കുന്നത്? ചിക്കൻ കടയെ ഇനി ഇവിടെ വേണ്ട, നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നാ പോരെ. അതല്ലേ വേണ്ടത്. അതൊരു മിനിമം മര്യാദയാണ്. കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ മഹാകുംഭമേള നടക്കുന്നു പ്രയാഗ്രാജില്. ഇസ്ലാം മതം തകർന്നു പോകും. ഒരുപാട് മുസ്ലിങ്ങൾ ഹിന്ദു മതം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവർക്ക് സനാതന ധർമ്മം മതിയത്രേ. യോഗിക്ക് കത്തെഴുതുവാണ് ഒരു റസ്വി ബറേൽവി, ഷഹാബുദ്ദീൻ ബസ് റസ്വി ബറേൽവി. എന്ത്? കുംഭമേള നിർത്തിവെക്കണം. മുസ്ലിങ്ങൾ അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എത്ര കാലം ഇവർക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? ഇങ്ങനെ പിടിച്ചു നിർത്തി ഈ മതത്തെ രക്ഷപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര തന്നെ എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികാര ജീവിയല്ല. നിങ്ങൾ തന്തയ്ക്ക് പറയാം, തള്ളയ്ക്ക് പറയാം, മക്കളെയും ഭർത്താവിനെയും ചേർത്ത് അനാവശ്യം. ഇതൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വസ്തുതകളാണെന്ന് തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ മനസ്സിലാക്കും. ഇത്രയേ ഉള്ളൂ. ഞാനൊരു സ്ത്രീയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. ഞാനിപ്പോ പബ്ലിക്കിൽ വന്നിരുന്ന്
എന്താണ് ഞാൻ സംസാരിക്കുന്നത് എന്നത് നോക്കിയാൽ എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? എന്റെ തന്ത എങ്ങനെയാണ്, തള്ള എങ്ങനെയാണ്, സഹോദരങ്ങൾ എങ്ങനെയാണ്, എന്റെ വീടിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്, ഞാൻ വളർന്ന സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ സംസാരം തന്നെ ധാരാളമാണ്. ഞാൻ വന്നിരുന്ന അനാവശ്യങ്ങൾ പറഞ്ഞാൽ, സെക്സ് ചുവ കലർന്ന രൂപത്തിൽ എല്ലാവരെയും സംസാരിച്ചാൽ ഞാൻ ആ രൂപത്തിൽ വളർന്നു വന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ വേറൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും ശരി, ഞാൻ ആ രൂപത്തിലേക്ക് തരം താഴുന്ന ആളല്ല. തന്തയ്ക്ക് പറഞ്ഞവരെ തിരിച്ച് തന്തയുടെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പട്ടി എന്ന ഒരു വാക്ക് പോലും എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല, വരില്ല. കാരണം ആ രൂപത്തിലാണ് എന്നെ എൻ്റെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നും ഞാൻ മതത്തിൽ നിന്നും പുറത്തു വന്നു എന്നേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കുടുംബത്തിനോ അവരുടെ അഭിമാനത്തിനോ ഭംഗമേൽക്കുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കുകയോ ആ രൂപത്തിലാണ് എൻ്റെ ജീവിത നിലവാരം പോകുന്നതെങ്കിലോ പൂ പറിക്കുന്ന ലാഘവത്തോടെ വന്ന് എൻ്റെ തലയെടുത്തുകൊണ്ട് പോകാൻ അത്രയ്ക്ക് ആർജവമുള്ള ആണും പെണ്ണും എൻ്റെ കുടുംബത്തിലുണ്ട്. എനിക്ക് നേരെ മൂത്ത ഒരു സിസ്റ്റർ ഉണ്ട്, ദുബൈയിലാണ്. ആള് 4 പേരെ വേണമെങ്കിലും നിലയ്ക്ക് നിർത്താൻ കപ്പാസിറ്റിയുള്ള ലേഡിയാണ്. അതുകൊണ്ട് ഞാൻ കാരണം, എൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ കാരണം കുടുംബത്തിന്റെ മാനം പോയാൽ അങ്ങനെ ചെയ്തിട്ട് ആജീവനാന്തകാലം അഴിയെണ്ണാനും മടിയില്ലാത്ത ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ സഹോദരങ്ങളൊക്കെയും ആ രൂപത്തിൽ തന്നെയുള്ളവരാണ്. അതുകൊണ്ട് എന്നെ പ്രകോപിപ്പിച്ചെന്ന് കരുതി ഞാനത് കേൾക്കാൻ പോലും നിൽക്കാറില്ല. ഞാനിപ്പോ പറഞ്ഞത് ആ ഫോൺ കോളിൽ ഒരാൾ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ടാണ്. അവരങ്ങനെ പറയുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ട്, മറ്റവരങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇതൊന്നും എൻ്റെ ടോപ്പിക് അല്ല. ഇവിടെ ആരാണ് വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ളത്? പണമുണ്ടെങ്കിലോ രാഷ്ട്രീയ നേതൃത്വമുണ്ടെങ്കിലോ അധികാരമുണ്ടെങ്കിലോ ഒക്കെ വിമർശനങ്ങളിൽ നിന്നും അതീതരാണോ? നരേന്ദ്രമോദി, പിണറായി വിജയൻ, യോഗി ആദിത്യനാഥ്, MP രമേശ്, PC ജോർജ്, നമുക്കറിയുന്നതും അറിയാത്തതുമായ ഏതൊരു മനുഷ്യനും ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോകുന്നവരാ. പറയുന്നവർക്ക് അത് വരുമാന മാർഗമാണ്, പബ്ലിസിറ്റിയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ വളർച്ച എന്നും ഉണ്ടാകില്ല. ഈ കൂടെ നിന്ന് നമ്മളെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടല്ലോ, നാളെ അവർക്കൊരു കോട്ടമുണ്ടായാൽ അവരും നമ്മളെ തള്ളിപ്പറയും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു. അങ്ങനെ എൻ്റെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു മോശമായ രൂപത്തിൽ ഒരു അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും അവരെനിക്കെതിരെ തിരിയും. എന്തുകൊണ്ടും അങ്ങനെ പറഞ്ഞു എന്നവരെന്നോട് ചോദിക്കും. ഉമ്മച്ചി എന്തിനാണ് ഒരു മതവിഭാഗത്തെ ഇങ്ങനെ അവഹേളിക്കുന്നത് എന്ന് ചോദിക്കും. അവഹേളിക്കുവാണെങ്കിൽ മറിച്ച് എനിക്ക് ഒരുപാട് ബുക്കുകളുണ്ട് ഇവിടെ. ആ ബുക്കുകളിലൊക്കെ ഞാൻ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് എഴുതി വെക്കാറുണ്ട്. മൂത്ത മോന് ബാംഗ്ലൂരിലാണ്. അപ്പം അവൻ എന്നോട് ഒരിക്കൽ, അവൻ്റെ ഒരു പ്രൊഫസറുണ്ട്, മലയാളിയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു എന്ന്, ടീച്ചർ എന്തിനാണ് ജുമാ നമസ്കരിച്ചത്? ഇസ്ലാമിൽ അങ്ങനെ സ്ത്രീകൾക്ക് നമസ്കാരത്തിന് നേതൃത്വം വഹിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അവൻ്റെ അറിവ് വെച്ചിട്ട് അവൻ പറയാണ്, അല്ല അങ്ങനെ സ്ത്രീകളെ നിങ്ങൾ നിൽക്കണ്ട എന്ന് ഖുർആനിലെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? പുരുഷന്മാരെ നിങ്ങൾ മാത്രം നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഉമ്മ പറഞ്ഞു തന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്നാണ് ഖുർആൻ പറഞ്ഞത് എന്നാണ്. ഒന്നും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതല്ല, എപ്പോഴും ഞാൻ പറഞ്ഞത് കേട്ടതാ. ഇങ്ങനെ എൻ്റെ മക്കൾക്ക് വസ്തുതാപരമായി കാര്യങ്ങൾ അറിയാൻ കഴിയും. ഞാൻ ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരുടെ വ്യക്തിത്വത്തെ മങ്ങലേൽപ്പിക്കുന്ന രൂപത്തിൽ അവിഹിത ആരോപണങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല. കാരണം എനിക്ക് മോളുണ്ട്, എൻ്റെ വീട്ടിൽ മരുമക്കൾ വരും 3 പേര്, 3 ആൺമക്കളുണ്ട്. അതുകൊണ്ട് എനിക്ക് സഹോദരങ്ങളുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് മക്കളുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമല്ലല്ലോ, ഞങ്ങൾ 13 മക്കളുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ആ കുടുംബത്തെ മുഴുവനും അത് ബാധിക്കില്ലേ? ആ ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പോലീസ് കേസ്, ഒരു വഴക്ക്, എൻ്റെ വീട് വളഞ്ഞ് പോലീസ് വരിക, ആരോടെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ കൈ നീട്ടേണ്ടുന്ന സാഹചര്യം വരിക, അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അധ്വാനിച്ച് ജീവിക്കാൻ നല്ല മനസ്സുണ്ട്.
അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്? ഒരു സമുദായത്തെ മുഴുവനും ജാമിദ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. കുറെ മുസ്ലിങ്ങൾ ഇപ്പൊ എനിക്കെതിരെ പറഞ്ഞത് ജാമിദ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ആളുകളെ കിട്ടും. ശരി, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലേ റിനി കുറെ ഉസ്താദുമാര് കുറെ കോയ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടല്ലോ. നിങ്ങൾ റിപ്പോർട്ടൊക്കെ അടിച്ചോന്നേ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് അടിക്കണോ അടിച്ചോ, നിങ്ങളുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടോ? എനിക്കങ്ങനെ കണ്ടവന്റെ ഛർദില് പോയി എടുത്തോണ്ട് വന്ന് കണ്ടന്റ് ആക്കണ്ട. എനിക്ക് തന്നെ കണ്ടന്റുകളുണ്ട്. ഞാനിപ്പോൾ ഒരു ലൈവിലിരിക്കുന്നു. ശരി, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വകാര്യമായി പറഞ്ഞതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ പഠനം വേണോ എന്ന് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഏത് കാര്യവും നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞു പോകാം. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് അവഗാഹമില്ലാതെ, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാതെ നമുക്കൊരിക്കലും പബ്ലിക്കില് അത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. റിനി, അത് മാത്രമാണ് ആകെ സമാധാനം. കാരണം നല്ലൊരു വിഭാഗം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. മുമ്പ് ഒരേ ഒരു കേസിന് മാത്രമേ ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ടുള്ളൂ. അത് നമ്മുടെ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ഒരു കേസാണ്. അത് അവർ തന്നെ കോംപ്രമൈസ് ആകുകയും ചെയ്തു. കാരണം പോലീസ് നേരിട്ട് തന്നെ ഒരു കേസ് എടുത്തതാണ്. ഒരു തട്ടമിട്ട പെൺകുട്ടി എന്നൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ പോലീസുകാർക്കും വളരെ ബഹുമാനമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ആരെയും തന്തയ്ക്ക് വിളിച്ചിട്ട് ചാനലിൽ വന്നിരുന്ന് വളവള എന്ന് പറയുന്ന ആളല്ല. അപ്പൊ ഇസ്ലാം ഇങ്ങനെയായിരുന്നു. ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു FIR ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടിരുന്നത്. ആ ആള് പറഞ്ഞു, ടീച്ചറെ ഞാൻ നിങ്ങളുടെ വീഡിയോ നിരന്തരം കാണുന്ന ആളാണ്, നിങ്ങൾ അതിനകത്ത് ഒരു അസത്യവും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ വരെ അങ്ങനെ തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ ഏതു വിഷയവും നന്നായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത്. നിങ്ങൾക്ക് കൊല്ലാം, തോൽപ്പിക്കാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മാനസികമായി അധൈര്യപ്പെടുത്താൻ ശ്രമിക്കാം. പക്ഷേ മരിക്കാൻ ഭയമില്ലാത്തവരെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തി നിർത്തുക? എനിക്ക് പേടിയില്ലല്ലോ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, എനിക്ക് ഭയമില്ല. ഇനി തന്തയ്ക്ക് പറഞ്ഞാലും, ഇനി മാതാപിതാക്കളെ കുറിച്ച് മോശം പറഞ്ഞാലും, ഭർത്താവിനെ കുറിച്ച് മോശം പറഞ്ഞാലും, മക്കളെ കുറിച്ച് മോശം പറഞ്ഞാലും, ഇതൊക്കെ അവനവന്റെ വീട്ടിലെ രീതികളാണ് എന്ന് പബ്ലിക് മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇത്തരക്കാരുടെ പിന്നാലെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ വിളിച്ച ആള് 14 മിനിറ്റ് സംസാരിച്ചു. അപ്പൊ അയാളോടും ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ വിളിക്കരുത്. എൻ്റെ 14 മിനിറ്റ് ഒരു കാര്യവുമില്ലാതെ നഷ്ടപ്പെട്ടു. ഞാൻ രാവിലെ 6 മണിക്കാണ് ഉറങ്ങുക. അതുവരേക്കും കണ്ടന്റ് എടുക്കുക, വീഡിയോകൾ ചെയ്യുക, ഇത് തന്നെയാണ് ചെയ്യുക. 6 മണിക്ക് കിടന്നിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെയാണ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും ഇതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏതെങ്കിലും ഒരാളെ ഒന്ന് വിളിക്കണമെങ്കിലോ 2 മിനിറ്റ് സംസാരിക്കണമെങ്കിലോ പോലും എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ദിവസവും ഒരു 5-10 മിനിറ്റ് എൻ്റെ ഉമ്മച്ചിയെ വിളിക്കും, വീഡിയോ കോളിൽ കാണും, സംസാരിക്കും. എൻ്റെ സഹോദരങ്ങളോടൊക്കെ സംസാരിക്കണമെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കും. സഹോദരങ്ങളുടെ മക്കൾ പലരും വിദേശങ്ങളിലാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യണമെങ്കിലും കുറച്ച് സമയം, എനിക്ക് അതിന് പോലും സമയമില്ല. അപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ കുഞ്ഞ് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ പോലും കുഞ്ഞാക്ക് സമയമില്ലാത്ത, ഒരു വാക്കൊക്കെ മാത്രം പറഞ്ഞിട്ടാണല്ലോ കുഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് അവരൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് എൻ്റെ കുടുംബം മനസ്സിലാക്കി വരുന്നുണ്ട്. അത് തന്നെ എനിക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇല്ലാ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വിശ്വാസികളാണ്. അവർ അറബി കോളേജിലൊക്കെ ജോലി ചെയ്യുന്നവരും ഇസ്ലാമിനെ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. എൻ്റെ തന്തയും തള്ളയും സഹോദരങ്ങളെയും പറയുമ്പോൾ അവരുടെയും തന്തയും തള്ളയുമാണ് പറയുന്നത്. ഇന്നലെ എൻ്റെ സിസ്റ്റർ ചോദിച്ചത്, മുസ്ലിങ്ങൾ ഇത്രയ്ക്കും അധപ്പതിച്ചു പോയോ എന്നാ. കാരണം ജാമിദയുടെ മാത്രം തന്തയും തള്ളയും അല്ല പറയുന്നത്. അപ്പൊ ഞങ്ങളെപ്പോലും പരിഗണിക്കാതെ ഇങ്ങനെയുള്ള ഓരോ ആളുകളെ ഇറക്കി ഇങ്ങനെ മുസ്ലിങ്ങളെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ, നമ്മുടെ മാതാപിതാക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടുള്ളവരാണ്. അപ്പം നീ ഒന്നിനെ വിമർശിക്കുന്നെങ്കിൽ നിന്നെ പറയാതെ മുസ്ലിങ്ങളൊക്കെ ഇതിനെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നോട് പറഞ്ഞത്. അതായത് ഒരാളോട് ശത്രുത തോന്നിയാൽ
ഏത് ലെവല് വരെ വേണമെങ്കിലും പോകും അവരെ ഇല്ലാതാക്കാൻ. ഞാൻ അവരോട് പറഞ്ഞു, ഖുർആനിലെ ചില വാചകങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ഒരാളോട് ശത്രുത തോന്നിയാൽ അവരെ ഏത് വിധേനയും ഇല്ലാതാക്കണം. അതിന് ഉമ്മ, വാപ്പ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ ഇതൊന്നും അവിടെ ബാധകമാകരുത്. ഇത് ഇസ്ലാമിന്റെ അജണ്ടയാണ്. അതായത് എൻ്റെ മാതാപിതാക്കളെ പറയുമ്പോൾ ഖുർആനും ഹദീസും പഠിപ്പിച്ച് ആ ഖുർആനും ഹദീസും ഫോളോ ചെയ്ത് ജീവിക്കുന്ന, നമസ്കാരത്തിന് ഇമാമ് വരെ നിർവഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമായി. കാരണം മുസ്ലിങ്ങൾക്ക് ശത്രുത തോന്നിയാൽ അവരെന്തും ചെയ്യും എന്നിവർക്ക് എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ സാഹചര്യം ഉണ്ടായി. അപ്പോൾ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് കരയുക. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ കാണരുത്. കാരണം അത് അവരുടെ വരുമാന മാർഗമാണ്, പോപ്പുലാരിറ്റിയുടെ കാര്യമാണ്, പണപ്പിരിവിൻ്റെ കാര്യമാണ്, പിന്തുണയുടെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോകൾ കാണരുത്. അല്ല, എൻ്റെ വാപ്പായും എൻ്റെ ഉമ്മായും എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ അങ്ങനെ പറയുന്നു, ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്. അവർക്കൊരാളോട് ശത്രുത തോന്നിയാൽ ഇതാണ് അവർ ചെയ്യുന്നത്. അതിനകത്ത് ഉമ്മ മുസ്ലിമാണോ, വാപ്പ മുസ്ലിമാണോ, സഹോദരങ്ങൾ മുസ്ലിമാണോ, അത് അവരുടെ വിഷയമല്ല. ജോക്കെയും എന്താണ് പറയുന്നത്? റെനി ആരാ ലയസ്? ഓക്കെ, അവരല്ലേ? ശരി. ഓക്കെ, അവർക്ക് ഇല്ലാന്ന്. ശരി, ഓക്കെ, ഇപ്പം ശരിയായി. അപ്പോൾ നിങ്ങൾക്കറിയാം, പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഇത്രയും സമയം സംസാരിച്ചതേ പോയല്ലേ, ഇപ്പോഴാണ് വിഷയത്തിലേക്ക് വരുന്നത് തന്നെ. പോട്ടെ, ഇത് അനിവാര്യമായിരുന്നു. കാരണം ഓരോ ദിവസവും 16,000 റിപ്പോർട്ടുകൾ, 40,000 റിപ്പോർട്ടുകൾ ഇപ്പോഴും ഞാനിവിടെ ഉണ്ട്, എൻ്റെ ചാനലും ലൈവായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? മതത്തെ വിമർശിക്കുന്നു, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുക. എന്നാ പോയി കേസ് കൊടുന്ന് പറഞ്ഞതുപോലെ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ഈ ഖുർആനും ഹദീസും ഒക്കെ പബ്ലിക് ഒന്ന് അറിയട്ടെ. വെറുതെ വളവള പറയുന്നതല്ല എന്ന് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടട്ടെ. എടാ മുഹമ്മദ് ഷിഹാൻ, നിന്റെ തന്തയെയും തള്ളയെയും വിളിക്കുന്ന നിന്റെ വീട്ടിലെ സംസ്കാരം ഇവിടെ വന്ന് പറയരുത്. എടി പൊടി എന്നൊക്കെ നിന്റെ കെട്ടിയിരുത്തിരിക്കുന്നവളെ വിളിക്കണം, അല്ലെങ്കിൽ നിന്റെ തള്ളയെ വിളിക്കണം, കേട്ടോ? ഇവിടെ വന്നിട്ട് വളവള എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കിണ്ടി എടുത്ത് ഞാൻ വെളിയിലിടും. ഇസ്ലാമിനെ കുറ്റം പറയുന്നു, അവിടെ നിൽക്കടാ ലെവലില്ലാത്തവനെ. മുഹമ്മദ് ഷിഹാൻ, സിനാന്നിടുന്നായിരുന്നു കുറച്ചും കൂടി നല്ലത്, കേട്ടോ? പാബി, അവൻ ആ നമ്പർ എന്നിട്ട് കൊടുക്കണേ, വിളിച്ചിട്ട് എവിടെയാണ് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞതെന്ന് തെളിയിക്കടാ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു കമന്റ് ഇട്ടാൽ മതി ഇതിനകത്ത്. വിളിച്ചോടാ, ഇസ്ലാമിനെ കുറ്റം പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് തെളിയിക്കണമല്ലോ. നീ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങ് തിരിക്കടാ, എന്നിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കേ. മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ തിരുദൂതനാണ്, മാനവരിൽ മഹാമ്ലേച്ഛനാണ്. ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്തു, വിധവകളെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന വന്നിട്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം ചവിട്ടി മെതിച്ച് കല്ലിലടിച്ച് പൂക്കുല പോലെ അവരുടെ ജീവിതങ്ങൾ അരച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ തന്നെ അതിന് തെളിവാണ്, ഞാൻ കാണിച്ചു തരാം. സ്വന്തം ഭാര്യമാർക്കു മാത്രം വൈധവ്യ ജീവിതം വേണ്ട, അല്ല വൈധവ്യ ജീവിതം മതി. അവർക്ക് ഭർത്താവ് മരിച്ചതിന് ശേഷം സംരക്ഷണം വേണ്ട. 6 വയസ്സിൽ കെട്ടിയ ആയിഷ 16ാമത്തെ വയസ്സിൽ വിധവയായപ്പോൾ ആ ആയിഷയെ ആരും കെട്ടരുത് എന്ന് പറഞ്ഞ് ആയത്തിറക്കിയ പടച്ചോനും പിഴച്ചോനും ഈ സ്ത്രീലമ്പടനും ആരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രംഗപ്രവേശം ചെയ്തത്. വിധവകളെ സംരക്ഷിക്കണം. എന്റെ നബിയുടെ വിധവകൾക്കൊന്നും സംരക്ഷണം വേണ്ടായിരുന്നോ? ഞാനും ഖുർആനിനെ എന്തോ വലിയ സംഭവമാണെന്നാ വിചാരിച്ചിരുന്നത്. പിന്നീട് ഈ ഖുർആൻ തന്നെയാണ് എന്റെ ധാരണകൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നത്. ഞാന് എപ്പോഴും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാറുള്ള വചനങ്ങളാണെങ്കിലും ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ആ വചനങ്ങൾ കാണുമ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. സൂറത്തുൽ അഹ്സാബ്. അയ്യോ, ആദ്യമായിട്ട് കാണുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്തിനാ എൻ്റെ പേര്? നമ്മൾ ആ വസ്തുതകളല്ലേ അറിയാൻ ശ്രമിക്കേണ്ടത്. വസ്തുതകൾ അറിയുക, അത്രേ വേണ്ടൂ. ഞാനൊരു 3 വചനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗവും ഒന്ന് കേൾക്കുക. അപ്പോ മനസ്സിലാവും കേട്ടോ. ഇനിവർക്ക് വായിക്കാൻ അറിയില്ലല്ലോ, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. 33-ാം അധ്യായമാണ്. ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായ വചനമാണ്. ഭയമുള്ള ആളുകൾ ഈ വചനമോ ഇതൊന്നും കാണരുത്. ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക, ഇറങ്ങിപ്പോക, ലെഫ്റ്റ് അടിച്ച് ഇറങ്ങിപ്പോയിക്കോ. കാരണം ഇത് എന്താണ് നബി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിഴച്ചോൻ ഇറക്കിയ വചനമാണ്. പിഴച്ചോന്റെ ആശയങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അൽ അഹ്സാബ്, സഖ്യകക്ഷികൾ എന്നാണ് അതിന്റെ അർത്ഥം. വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല, ചിന്തിക്കാനും അറിയില്ല. ഇത് തന്നെ. എൻ്റെ ഉമ്മായും ഉപ്പായും ഷീനാനോട് വന്ന് പറഞ്ഞോടാ ദുഃഖിക്കുന്നുണ്ട് എന്ന്. എൻ്റെ ഉമ്മച്ചെ ഞാൻ ഇപ്പൊ വിളിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഉമ്മച്ചി പറഞ്ഞില്ലായിരുന്നു, നിന്നോട് പറഞ്ഞല്ലേ. ആബ്ജുവിനെ മരിച്ചുപോയി. അൽ അഹ്സാബ് 33-ൽ 50. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് അഭിമാനിക്കുവാണ് ഇന്നും. കാരണം ഞാൻ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നോക്കിക്കോ, നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോന്നവരായ നിന്റെ പിതൃവ്യന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. ബ്രാക്കറ്റിൽ പടച്ചോൻ പറയാൻ മറന്നുപോയത് കൊണ്ട് പടപ്പുകൾ നമ്മളോട് പറയാൻ നബിയെ ഒന്ന് വിളിപ്പിക്കാൻ ഇവരെയൊക്കെ അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും ഓക്കെ. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയത്രേ ഇത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. 33-ാം അധ്യായത്തിലെ 50-ാമത്തെ വചനം. സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാട്ടാ. ഓക്കെ, ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നബിക്കു മാത്രമായി അള്ളാഹു കൊടുക്കുന്ന ചില സൗകര്യങ്ങൾ നോക്കിക്കേ. പെണ്ണ് വിഷയത്തിലാണ് അള്ളാഹു നബിക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. വിവാഹമൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവര് ഭാര്യമാരാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നീട് അവരെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യം എന്താ? വിവാഹമൂല്യം കൊടുക്കുന്നത് തന്നെ കൃഷി ചെയ്യാനാണ്. പിന്നെ വിവാഹമൂല്യം കൊടുത്തവരായിട്ടുള്ള നിന്റെ ഭാര്യമാരെ കൃഷിക്ക് യോഗ്യമാക്കി തന്നിരിക്കുന്നു എന്നുള്ളൊരു പറച്ചിൽ എന്തിനാ? യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ, ഇതാണ് നബിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ചുമ്മാ ഇരിക്കുമ്പോൾ 40 പുരുഷന്റെ കുതിരശക്തിയൊക്കെ തന്നിട്ട് ചുമ്മാ ഇരിക്കാനോ? കലപ്പയല്ലേ, കൃഷി ചെയ്യണ്ടേ? അടുത്ത നാട്ടിലേക്ക് പോകുക, അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കൊള്ളയടിക്കുക, കബളിപ്പിക്കുക, വരിക, പിടിച്ചെടുക്കുക. അതിൽ കുറെ പെണ്ണുങ്ങളെയും കിട്ടും. അവരെയൊക്കെ മടുത്തു കഴിയുമ്പോൾ അടുത്ത കൊള്ളയടി. ഈ നബിയുടെ അനുയായികൾ മാറി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ട്. അധ്വാനിക്കാതെ ജീവിക്കാൻ ശീലിച്ചിട്ടുള്ളവരാ. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, അധ്വാനശീലമുള്ള ആളുകളുണ്ട്.
ഇനിയും നബിയുടെ കൂടെ സ്വദേശം വിട്ട് പലായനം ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരും ഇനി ആരെയൊക്കെയാണ് നബിക്ക് അനുവദിച്ചു കൊടുക്കുന്നത്? വിവാഹം കഴിക്കാൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാതാവിന്റെ വ്യാഖ്യാനം മാത്രമാണ് കേട്ടോ. നിന്റെ വാപ്പയുടെ വാപ്പ, അവരുടെ പുത്രിമാർ, അതായത് പിതൃവ്യന്റെ പുത്രിമാർ അമ്മായിമാരെ, അമ്മാവന്റെ പുത്രിമാർ അമ്മയുടെ സഹോദരന്റെ മക്കള്, മാതൃ സഹോദരിമാരുടെ പുത്രിമാർ കുഞ്ഞുമാടെയും വല്യമ്മന്റെയും മക്കള്, കൊച്ചാപ്പാടെയും മൂത്താപ്പന്റെയും മക്കള്. ഇനി ആരെയാ വേണ്ടത്? കുടുംബത്തിലുള്ള എല്ലാവരും ആയല്ലോ. ഇനി ആരാന്റെ മക്കളാണ്? ആരാന്റെ മക്കളെയാണെങ്കിൽ സ്വദേഹം അവര് നിനക്ക് ദാനം ചെയ്യാമെന്നാലും കേട്ടിക്കൂടെ? എളുപ്പമായില്ലേ? എല്ലാ വിശ്വാസികൾക്കും ഇതില്ല കേട്ടോ. എല്ലാവരും കൊച്ചാപ്പാന്റെയും മൂത്താപ്പാന്റെയും മക്കളെ ഒന്നും കെട്ടാനൊന്നും നിൽക്കണ്ട, കയറി കൃഷി ചെയ്യാനും നിൽക്കണ്ട. നബിയുടെ കാർഷിക മികവ്, ഒരു കർഷകന്റെ നൈപുണ്യം നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പടച്ചോൻ തന്ന ഗുണമാണിത്. അതുകൊണ്ടാ പറഞ്ഞത്, എല്ലാരും കയറി അങ്ങനൊന്നും ചെയ്യല്ലടാ, പടച്ചോൻ നിനക്ക് മാത്രം തന്നതാണ് കേട്ടോ. കാരണം ഇതൊക്കെ പടച്ചോന്റെ നിയമമാണെന്നാ പടച്ചോൻ പറയുന്നത്. എന്നിട്ട് അവസാനമുള്ള വാക്കാണ് ആകെ സമാധാനമായിട്ടുള്ളത്, പടച്ചോൻ കരുണാനിധിയാണ് കേട്ടോ. പടച്ചോൻ ജയലളിതയും കരുണാനിധിയുമാണെന്ന് പറഞ്ഞപ്പോഴാണ് ആകെ സമാധാനമായത്. കുശി, ഞാൻ 4 കെട്ടിയെങ്കിൽ അത് തെളിയിക്കണം അല്ലേ? വെറുതെ നമ്മളൊരു കാര്യം പറയുന്നത് കൊണ്ട് കാര്യമുണ്ടോ? 4 ഭർത്താക്കന്മാരെയും കൊണ്ടുവന്ന് നിരത്തി നിർത്തണ്ടേ? പിന്നെ ഞാൻ ആരുടെയെങ്കിലും മാതൃകാ പുരുഷനാണോ, മാതൃകാ സ്ത്രീയാണോ, മാതൃകാ നേതാവാണോ? ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്നാരെങ്കിലും പറഞ്ഞു? നിങ്ങളൊന്ന് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കേ. നബിയെ പോലെ ലോക അവസാനം വരെയുള്ള ജനങ്ങൾ മാതൃകയാക്കണം എന്ന് എന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും കിതാബിറക്കി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 4 കെട്ടിയിട്ടില്ല, അത് പോട്ടെ. ഇനി 4 കെട്ടിയെന്ന് പറയുന്നവർ എത്ര കെട്ടിയെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതുകൂടി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്റെ മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു വാപ്പയാ. ചില ആളുകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ വാപ്പയുടെ സ്പേസ് എഴുതാൻ തന്നെ സ്ഥലമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആരുടെയും നേതാവല്ല. ആരിഫ് ഉത്തമ പുരുഷനാണ് എന്ന് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ദൈവിക വെളിപാട് ഇറങ്ങിയിട്ടുണ്ടോ? ആരിഫിന്റെ ജീവിതത്തിലും ജാമിദയുടെ ജീവിതത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നത് നിങ്ങൾ നിങ്ങള് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണം എന്നത് എവിടെയെങ്കിലും രേഖാമൂലമുണ്ടോ? ഞങ്ങൾ സാധാരണ നിങ്ങളെ പോലെയുള്ള മനുഷ്യരല്ലേ. ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളും ശരികളും ഒക്കെ സംഭവിക്കാമല്ലോ. ഞങ്ങൾ എങ്ങനെയാണ് നേതാവാകുന്നത്? അപ്പൊ ഞാനിനിപ്പോ 50 കെട്ടിയാലും ശരി, നബിയെ പറയുന്നത് എന്റെ അവകാശമാണ്. മുഹമ്മദ് നബി എന്നത് നിങ്ങളുടെ ആരുടെയും അമ്മാവന്റെ മോനല്ല. പടച്ചോൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയും മൂത്താപ്പാന്റെ അളിയനല്ല. ഈ പടച്ചോനെയും നബിയെയും മുഹമ്മദ് ഷിനാൻ, നിന്റെ ഉമ്മയെ പറഞ്ഞു വിട്. ഉമ്മ അപ്പണിക്ക് പോയപ്പോ കിട്ടിയതാണ് നിന്നെ അല്ലേ? അത് നല്ലതാ. അവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് റെനി. ആ മുഹമ്മദ് ഷിഹാൻ, ആ ഷിഹാനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, അവൻ പോക്കോട്ടെ. അപ്പോ ഈ പടച്ചോനും ഈ നബിയും എന്ത് കാര്യമാണോ പറഞ്ഞത് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് ഈ മുഹമ്മദ് നബി. ഇത് ഞാൻ പറഞ്ഞതാണോ? ആണോ? അല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ പ്രവാചകന്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫംഗിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഇ, 2 3 4 ഒക്കെ നീ കെട്ടിക്കൂടെ? ഖുർആൻ പറഞ്ഞതാ. ഇതല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ പറഞ്ഞതാണ്. ആ ഖുർആൻ പറഞ്ഞ വസ്തുതകൾ പ്രവാചകൻ ആജീവനാന്തകാലമുള്ള ലോക അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് എന്ന് ഖുർആൻ പറഞ്ഞതും അല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത വചനം കൂടി നോക്കണം. 50 കഴിഞ്ഞു, 51. അടുത്ത നോക്കിയോ.
നബിക്കു മാത്രമായിട്ട് അള്ളാഹു നൽകുന്ന ഒരു വിശാലമായ നീതിയുടെ ഉദാത്ത മാതൃക നിങ്ങൾക്ക് ഈ വചനത്തിൽ കാണാം. അവരിൽ നിന്ന്, അതായത് എല്ലാവരും കെട്ടിക്കൊള്ളാൻ പറഞ്ഞില്ലേ, ഉമ്മാന്റെയും ബാപ്പാന്റെയും സഹോദരങ്ങളെ എല്ലാവരും കെട്ടിക്കൊള്ളാൻ പറഞ്ഞില്ലേ, നോക്കിക്കോ. അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താം, നീ ഉദ്ദേശിക്കുന്നവരെ നിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം. നീ മാറ്റി നിർത്തിയവരിൽ നിന്ന് വല്ലവരെയും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് കുറ്റമില്ല. അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ ദുഃഖിക്കാതിരിക്കാനും നീ അവർക്ക് നൽകിയതിൽ അവരെല്ലാം സംതൃപ്തി അടയാനും ഏറ്റവും അനുയോജ്യമായ മാർഗമാകുന്നു അത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു അറിയുന്നു. അല്ലാഹു സർവജ്ഞനും സഹനശീലനും. ഇതാണ് ആകെയുള്ള സമാധാനം. എന്ത് പറഞ്ഞാലും കാരുണ്യനും കരുണാനിധിയുമാണെന്നും അല്ലാഹു സർവജ്ഞനും സഹനശീലനുമാണെന്നും ഒക്കെ പറയുന്നതാണ് ആകെ ഒരു സമാധാനമായിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇവരെ ഒക്കെ കെട്ടിച്ച് തന്നിട്ട് പറയാണ്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ അങ്ങ് പ്രവർത്തിച്ചോളാം. ഒരാളോട് നിനക്ക് അനിഷ്ടം തോന്നുന്നുണ്ടോ, ഒഴിവാക്ക്. വേറൊരാളോട് നിനക്ക് താല്പര്യമുണ്ടോ, കൂട്ടിക്കോ, അടുത്ത് പിടിച്ചോ. ഇനിയും അകറ്റി ആരോടെങ്കിലും നിനക്കൊരു അനുകമ്പ തോന്നുന്നെങ്കിൽ അടുത്ത് കൂട്ടിക്കോ. അപ്പൊ അവർക്കൊരു സമാധാനമാവും, അവര് ദുഃഖിക്കാതിരിക്കാൻ കാരണവുമാകും. നീ കൊടുത്തതിൽ നിന്ന് അവരൊക്കെ മര്യാദയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പൊയ്ക്കോളും. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇതൊക്കെ അവര് നീ ഉള്ളതിൽ നിന്നേ സംതൃപ്തിപ്പെട്ടിട്ട് അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളും. ഇനിയും അകറ്റി നിർത്തിയ ആളുകളെയൊക്കെ കൂടുതലേ വിഷമിപ്പിക്കണ്ട, വേദനിപ്പിക്കണ്ട. അതിന്റെ പരിഭാഷയാണ് വചനം. എന്താ നടക്കുന്നു? വചനവുമുണ്ട്, ഖുർആനാണ്. ഖുർആൻ, നിങ്ങൾ ഏത് ഖുർആൻ പരിഭാഷ എടുത്താലും ഇത് തന്നെയാ കാണുക. അടുത്ത് നോക്കാം. അടുത്തത് പടച്ചോൻ പറയണം. പടച്ചോൻ പൊറുതി മുട്ടി നബിയെ കൊണ്ട്. കാരണം എല്ലാവരെയും കെട്ടാൻ പറഞ്ഞപ്പോൾ നബി ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്നു പറഞ്ഞതുപോലെ നബി അതൊരു സൗകര്യമായിട്ടങ്ങ് എടുത്തു. അങ്ങനെയാണ് നമ്മൾ ചിലർക്ക് എന്തെങ്കിലും ഒന്ന് കടം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും ചോദിച്ചു വരില്ലേ, അതുപോലെ. ഇനിമേൽ നിനക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. ബ്രാക്കറ്റ് നോക്കണ്ട കേട്ടോ. ഇവർക്ക് പകരം അല്ല, മുഹമ്മദ് ഷിഹാൻ നേരത്തെ അതല്ലല്ലോടാ പറഞ്ഞിരുന്നത്. മറ്റേ പണിക്ക് പോകാനല്ലേ പറഞ്ഞത്? ഉമ്മ മറ്റേ പണിക്ക് പോയിട്ടാണോ നിന്നെ ഉണ്ടാക്കിയത്? നിന്റെ മദ്രസ സംസ്കാരവും നിന്റെ ഈ ഗ്രന്ഥം നിന്നെ പഠിപ്പിച്ചതുമല്ലടാ നീ പറഞ്ഞത്, അല്ലേ? അല്ലേ? ഇപ്പൊ നിനക്ക് ഞാൻ സഹോദരിയായി അല്ലേ? ഇപ്പൊ ഈ ഖുർആനകത്ത് ഇതുണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലേ? വെറുതെ അല്ല ജാമിദ ഇത് പറയുന്നത് നിനക്ക് മനസ്സിലായല്ലേ? ഖുർആനകത്തുള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനതില്ലാത്തതുമെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയുന്ന പടച്ചവനോട് നീ പറയൂടാ വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ? ഇത് ചെയ്ത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന നബിയോട് നീ പറയൂടാ വേറെ വല്ല പണിക്കും പോയിക്കോളാൻ? ആ പണിയിൽപ്പെട്ടതാണ് ഈ പണി. ഒറ്റയ്ക്ക് കിടക്കുന്ന 6 അടി മണ്ണിട എല്ലാവരും അവരുടെ കുഴികളിൽ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഒരു കുഴി കുഴിച്ച് ഒറ്റയ്ക്ക് കിടന്നിട്ട് പരിശീലിക്കണോ? അപ്പോ നോക്കോ, നബി ഇത് കെട്ടാൻ അനുവാദം കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് കെട്ടിത്തുടങ്ങി. നമ്മൾ സ്കൂളിൽ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ വന്നിട്ട് ടീച്ചറെ മൂത്രം ഒഴിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. ഒരാളോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരിയായിട്ട് എല്ലാവരും അതങ്ങ് യൂട്ടിലൈസ് ചെയ്യും. മനസ്സിലായി? നമ്മൾ ടീച്ചറോട് ചോദിക്കില്ല, ടീച്ചറെ ഞങ്ങൾ കളിക്കാൻ പോയിക്കോട്ടെ, ഞങ്ങൾ സ്പോർട്സിന് പോയിക്കോട്ടെ, ഞങ്ങളുടെ ടീച്ചർ വന്നിട്ടില്ല. എല്ലാവരും കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കി അവസാനം ആർക്കും ആ ഒരു സൗകര്യം കിട്ടാത്ത രൂപത്തിലാകുമല്ലോ. അവനെ പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ, അപ്പോ നോക്കിക്കോ. അങ്ങനെ അതുപോലെ നബി അങ്ങോട്ട് കെട്ടാൻ തുടങ്ങി. ഇനിമേൽ നിനക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല. അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി. നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ, കണ്ടില്ലേ ബ്രാക്കറ്റിലാണ് അടിമകൾ, അടിമ സ്ത്രീകൾ. നിനക്ക് എല്ലാ കാര്യവും അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവാണെന്ന്. എങ്ങനെയുണ്ട്? അതാണ് ആകെ ഒരു സമാധാനം. നോക്കൂ, ഇതിന്റെ ഒക്കെ 3 വചനത്തിന്റെയും ലാസ്റ്റുള്ള പദങ്ങൾ നോക്കിക്കേ. അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കേട്ടോ. മറ്റേത് നോക്കിയേ, അള്ളാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു കേട്ടോ. അടുത്ത നോക്കിയേ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു കേട്ടോ.
ആകെ ഇത് മാത്രമാണ് ഒരു സമാധാനം. അതായത് പടച്ചോൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. പടച്ചോൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോൻ ഒരു സമാധാനമില്ല. പടച്ചോൻ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണ്ടാ, ഞാൻ ഭയങ്കര കാരുണ്യവാനാണ് കേട്ടോടാ, ഇങ്ങനെ പടച്ചോന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് 50, 51, 52 3 വചനങ്ങളാണ് കാണിച്ചു വന്നത്. ഈ വചനങ്ങളിൽ ഞാനായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തത് നിങ്ങൾ കണ്ടോ? ഞാനായിട്ട് എന്തെങ്കിലും വിശദീകരിച്ച് നിങ്ങൾ കേട്ടോ? ഞാൻ ആ വചനങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ലേ ചെയ്തത്, അല്ലേ? ഇത് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. ഖുർആനിലേക്ക് ആഴത്തിൽ ഊളിയിട്ടിറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചു. സ്ത്രീകളോട് നീതിയില്ലാത്ത പടച്ചോനെ ഞാൻ അവിടെ കണ്ടു. ഒരു തരിമ്പ് പോലും നീതിയില്ലാത്ത പടച്ചോൻ സ്ത്രീകളുടെ വിഷയത്തിൽ നബിക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്നു. മിർഫ ഈ ഗ്രന്ഥം പഠിച്ചു വന്ന ഒരാളാണെന്ന് മറ്റു ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ ഈ ഗ്രന്ഥത്തിലുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഈ ഗ്രന്ഥത്തെ അപമാനിക്കുന്ന രൂപത്തിൽ സംസാരിച്ചോ? ഈ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഇന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ തലയ്ക്കകത്താള് താമസമുള്ളവർ ചിന്തിക്കും, ഈ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മറ്റു ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കാൻ എവിടെയാ പറഞ്ഞത്? അള്ളാഹു ഇറക്കിയ മുൻ ഗ്രന്ഥങ്ങളില് കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്ന് ഒരിടത്ത് പറഞ്ഞു, മറ്റൊരിടത്ത് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അതിലേക്ക് പോയിക്കോളാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പടച്ചവനിലേക്കും റസൂലിലേക്കും അടങ്ങിക്കും. പിന്നെ പറഞ്ഞു മുൻ വേദങ്ങളിലേക്കൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോ കേട്ടോ. പിന്നെ ഈ കൈകടത്തലുകൾക്ക് വിധേയമായതുകൊണ്ട് സത്യാസത്യ ഗ്രന്ഥമായിട്ട് ഈ ഖുർആനിനെ ലോകാവസാനം വരെ നിലനിൽക്കുന്നതിന് വേണ്ടി അയച്ചു എന്ന് പറയുന്നതിന് എന്ത് സത്യമുള്ളത്? അപ്പോ സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. നബിക്ക് എന്തെങ്കിലും അനിഷ്ടം തോന്നിയാൽ അവരെ അങ്ങോട്ട് അകറ്റി നിർത്തിക്കോ, നബിക്ക് എന്തെങ്കിലും അടുപ്പം തോന്നിയാൽ അവരെ അടുപ്പിച്ചോ. ഇനി അകറ്റിയ ആളുകളോട് എന്തെങ്കിലും ഒരു അനുകമ്പ തോന്നിയാൽ അവരെ അടുപ്പിച്ചും ചെയ്തു. ആ പേഴ്സ് ഉരുകിപ്പോകും. നിഷാദെ എന്തിനാണ് അതിനെക്കാട്ടി നല്ലതൊരു ശൈത്താന്റെ ചിത്രം കിട്ടുമെങ്കിൽ അതെടുത്തു വെച്ചു, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇതൊക്കെ പറഞ്ഞിട്ട് നബിക്ക് ഭാര്യമാർക്കിടയിൽ നീതി വേണ്ടേ? നബിക്ക് എന്ത് തോന്നുന്നോ അതുപോലെ ചെയ്യാം. ആരൊരാളൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്. നസീർ, എന്താണ് നിരീശ്വരവാദികൾ ഇത്രയും ഉണ്ടായിട്ടും എന്തേ നിങ്ങൾക്ക് ആരിഫിന് പെണ്ണ് കിട്ടാതെ കെട്ടിയ പെണ്ണ് എന്തേ ഓടുന്നത് പറയണം, കൽപ്പിക്കുകയൊന്നും ചെയ്ത് കളയല്ലേ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, മുസ്ലിങ്ങൾ ഇത്രയും സ്ത്രീകൾ ഉണ്ടായിട്ട് പെണ്ണ് കിട്ടാതെ എത്ര പേരുണ്ട്? ഇത്രയും മുസ്ലിം സ്ത്രീകളില്ലേ? എന്താ മുസ്ലിങ്ങളെ കെട്ടാൻ തയ്യാറാകുന്നത്? ഉസ്താദന്മാരിൽ മുസ്ലിം പുരോഹിതന്മാരിൽ എത്ര വിഭാര്യന്മാരുണ്ട്? ഒരിക്കലും കെട്ടിയിട്ടില്ലാത്ത എത്ര മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം. ഡിസ്നി മാട്രിമോണിയൽ സൈറ്റ് എടുക്ക്, 50 വയസ്സ് ബാച്ചിലർ സിംഗിൾ, എന്തേ അവർക്കാർക്കും പെണ്ണ് കിട്ടാത്തത്? എവിടാണോ നിങ്ങളൊക്കെ? ഏത് കാലത്താണോ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണോ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്? തലച്ചോറ് കൊണ്ട് തന്നെയാണോ ഈ ചിന്തിക്കുന്നത്? മുസ്ലിങ്ങൾ എല്ലാവരും പെണ്ണുമ്പിള്ളേർത്ത് ജീവിക്കുന്നവർ, അവർക്കാർക്കും ഡിവോഴ്സ് നടന്നിട്ടില്ല. നബിക്ക് ഭാര്യമാരോട് ഒരു നീതിയും പുലർത്തണ്ട. നബിക്ക് എന്താണോ തോന്നുന്നത് അതാണ് നീതി. അപ്പൊ ആ സ്ത്രീകളെ സംബന്ധിച്ച് പടച്ചോൻ ചിന്തിക്കുന്നതേയില്ല. ഈ വെളിപാടിറങ്ങിയ സമയത്ത് നബിയുടെ പ്രിയപത്നിയായിട്ടുള്ള ആയിഷ ചോദിച്ചതായിട്ട് ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഇങ്ങനെയാണ്: തങ്ങളുടെ ശരീരം ദാനം ചെയ്ത നബിക്ക് ചെയ്യാൻ വരുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നിലെ രോഷം തലപൊക്കുമായിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു സ്ത്രീ സ്വന്തം ശരീരം നബിക്ക് ദാനം ചെയ്യുകയോ? ഞാൻ ചോദിക്കും, ഒടുവിൽ അള്ളാഹു മേൽ പറഞ്ഞ ഖുർആൻ വാക്യം അവതരിപ്പിച്ചപ്പോൾ
ഞാൻ പറഞ്ഞു, താങ്കളുടെ റബ്ബ് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ വളരെ ധൃതി കാണിക്കുന്നവനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ നിരീശ്വരവാദി ആയിഷ, ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദി, ലോകത്തിൽ ആദ്യമായിട്ട് അല്ലാഹുവിനെയും റസൂലിനെയും ചോദ്യം ചെയ്ത വ്യക്തി, ഫെമിനിസ്റ്റ്. എന്താ, പെണ്ണുങ്ങൾക്ക് ഒരു നീതിയും വേണ്ടേ? താങ്കൾ ഏത് പെണ്ണിനെ കണ്ട് ആഗ്രഹിച്ചാലും ഉടനെ തന്നെ കെട്ടിച്ചു തരാൻ പടച്ചോനിങ്ങനെ ധൃതിപ്പെട്ട് നിൽക്കുകയാണല്ലോടെ. ബാലിശമാണ് ഇസ്ലാം. ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ ഒന്നുമില്ല ഇതിനകത്ത്. ഒരു ലെവലേശം കോമൺ സെൻസ് മാത്രം മതി. തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഏതൊരു സാധാരണക്കാരനും കാര്യം കൃത്യമായി മനസ്സിലാകും. ഇവർക്കാകെ പറയാനുള്ളത് എന്താ? ആരിഫ് 3 കെട്ടിയല്ലോ, 4 കെട്ട. ഈ പറഞ്ഞ ആള് എണ്ണമറ്റ ആളെ കെട്ടി നടക്കുന്ന ആളാ. അത് നിങ്ങൾക്കറിയാമോ? പറയുന്ന ആളിന്റെ ജെന്യൂനിറ്റി കൂടി നോക്കണം. ലോകത്തുള്ള സകലമാന ആളുകളെയും സംബന്ധിച്ച അപരാധം പറയുന്നത് എന്തിനാണെന്നറിയാമോ? തൻ്റെ കുത്തഴിഞ്ഞ ജീവിതം, വ്യക്തി ജീവിതം മറ്റുള്ളവർ പറയാതിരിക്കാനാ. തൻ്റെ കുത്തഴിഞ്ഞ വ്യക്തി ജീവിതം മറച്ചു വെക്കാനാ. തൻ്റെ സാമ്പത്തിക തട്ടിപ്പുകളും ജീവിതത്തിലെ ഒരു നൈതികതയില്ലാത്ത തോന്നിയതുപോലെയുള്ള ജീവിതമുണ്ടല്ലോ, അത് മറ്റുള്ളവർ മറച്ചു വെക്കാൻ വേണ്ടിയാ, മറ്റുള്ളവരത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പോ സേതുരാമയ്യർ CBI എന്ന സിനിമയ്ക്കകത്ത് ജഗദീഷ് ചെയ്ത കൃത്യം മറച്ചു വെക്കാൻ എന്താ ചെയ്തത്? ഒരു പൗരസമിതി രൂപീകരിച്ചു. അതുപോലെ സ്വന്തം കുത്തഴിഞ്ഞ ജീവിതം ആരും എടുത്ത് പറയാതിരിക്കാൻ വേണ്ടി നാവാടി നടക്കുന്നു. ആരെയാ അപവാദം പറയാത്തത്? ആരെയാ അപരാധം പറയാത്തത്? ആരിഫിന് 30 കെട്ടാം, എന്തേ പ്രശ്നം? ആരിഫ് നബിയാണോ? ഉത്തമ പുരുഷനാണോ? ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാം? ഞാൻ ഖുർആനായത്തല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നത് 3 വചനങ്ങൾ അല്ലേ? സാധാരണക്കാരനിടയിലേക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിട്ട് ആ ഗ്രന്ഥം വെച്ചിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആരാണ് അതിന്റെ പ്രശ്നക്കാരൻ? ആ ഗ്രന്ഥകർത്താവാണ്, നമ്മളാരുമല്ല. ആ ഗ്രന്ഥമിറക്കിയ സൃഷ്ടാവിന് സാധാരണ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്കത് തിരിയത്തക്ക രൂപത്തിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഗ്രന്ഥകർത്താവിന്റെ കുഴപ്പമാണത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടാൽ ഉടനെ തന്നെ നബി വീണു പോകുമെന്ന് നമ്മളാണോ പറയുന്നത്? ആണോ? നമ്മളാരും അങ്ങനെയൊന്നും നബിയെ സംബന്ധിച്ച് പറയുന്നില്ല. പക്ഷേ നബിയെ കുറിച്ച് നസീറെ, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സ്വന്തം കുത്തഴിഞ്ഞ ജീവിതം മറ്റുള്ളവരെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അത് ആരോപിച്ച് നടക്കുന്നു, അത്രേ ഉള്ളൂ. ആദ്യം അവരുടെ വ്യക്തി ജീവിതം പല ആളുകളും എടുത്ത് പറയുന്നുണ്ട്, പോയെന്ന് കേൾക്കുക. എനിക്ക് അത്തരം കാര്യങ്ങൾക്ക് നേരമില്ല. അതായത് ഒരാളോട് മറുപടി പറയണമെങ്കിൽ അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. തൽക്കാലം എനിക്കതിന് താല്പര്യമില്ല, ഭയന്നിട്ടല്ല. മറിച്ച് ഞാൻ പുലഭ്യം പറയാറില്ല, അസഭ്യം പറയാറില്ല. മറ്റൊരാളോട് വളരെ മോശമായ രൂപത്തിൽ ലൈംഗിക ചൊവ്വയോടുകൂടി അവരുടെ ജീവിതത്തെ, കുടുംബത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഞാൻ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. ആരുടെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, തന്തയ്ക്ക് പറഞ്ഞിട്ടില്ല. എന്നെ ചിലപ്പോൾ തന്തയ്ക്ക് പറഞ്ഞാൽ തിരിച്ച് ഞാൻ എൻ്റെ തന്തയുടെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ അനാവശ്യമായിട്ട് ഒരാളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കയറുന്ന ആളല്ല ഞാൻ. അപ്പോൾ എൻ്റെ ശബ്ദത്തെ ഭയപ്പെടുന്ന ആളുകൾ, എന്നോട് ആശയപരമായി മുട്ടാൻ പറ്റാത്ത ആളുകൾ ഒരാളെ ഇറക്കി നിർത്തുന്നു. എന്തിന്? പൂരത്തെറി പറഞ്ഞു. അവരുടെ നിലവാരം എന്താണ് എന്ന് തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ മനസ്സിലാക്കും. 1. 2, ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് സ്വന്തം കുടുംബത്തിന് തന്നെ സംഭവിക്കും. ഒരാൾക്ക് ലേബൽ കിട്ടുക സോഷ്യൽ മീഡിയയിൽ, ഇന്നതാണ് പറഞ്ഞാൽ അവരെ അറിയപ്പെടുന്നത്. ഓക്കെ, എന്തായിരുന്നാലും ആ ലേബലിൽ എന്നെ അറിയപ്പെടില്ല. പോരെ, നിറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് ഭ്രാന്ത് വിളിച്ചു പറഞ്ഞാൽ ആ ഭ്രാന്തിൻ്റെ പിന്നാലെ പോയിട്ട് എൻ്റെ സമയം ഞാൻ കളയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്താ ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചിട്ടുമാണ് സംസാരിക്കുന്നത്. മിർഫ പറഞ്ഞല്ലോ, മിർഫ ഖുർആനും ഹദീസും പഠിച്ച ആളാണെന്ന്. ഞാൻ 3 ഖുർആൻ വചനങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഹദീസും ആയിഷ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? നിക്ക് പോകല്ലേ.
ഞാനല്ല ഇതൊന്നും പറഞ്ഞത്. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ പ്രവാചകനെ കുറിച്ചിട്ട് മോശമായിട്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് മോശമായിട്ട് ഞാനല്ല പറഞ്ഞത്. ഈ പടച്ചോൻ എന്ന് പറയുന്ന പിഴച്ചോൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദഹിക്കുന്നില്ല. നസീറെ, നിന്റെ തന്തയായിരുന്നോ എനിക്ക് വലിയായിട്ട് വന്നിരുന്നത്? ക്ഷമിക്കണം, തന്തയ്ക്ക് വിളിക്കരുത് എന്ന് വിചാരിച്ചതാണ്. ഡാ, പറയുന്ന ആളിന്റെ ജെന്യൂനിറ്റി കൂടി പരിശോധിക്കണം. അതാ ഞാൻ പറഞ്ഞത്, കെട്ടിയവരെയൊക്കെ കൊണ്ടു നിർത്താൻ. എൻ്റെ വീട്ടുകാരെല്ലാം കൂടി ഒരു കല്യാണം കഴിച്ചു തന്നു, കോടതി മുഖേന ഡിവോഴ്സായി, രണ്ടാമത് വിവാഹം കഴിച്ചു, ദാ ആള് കൂടെയുണ്ട്. ഇനി എന്താ നിനക്കറിയേണ്ടത്? എടാ, നടന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമുള്ളവനെ പിടിച്ച് മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് കോടതി മുഖേന അവന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ നോക്കിയിട്ട് അങ്ങനെ ഒരുത്തനെയും കൊണ്ട് നടന്നിട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ പറയുന്നതൊക്കെ നീയൊക്കെ എന്തുപോലത്തെ ആളാണെടാ നീയൊക്കെ. എന്നിട്ട് അതൊക്കെ വിശ്വസിച്ചിട്ട് ഇവിടെ നിനക്കൊന്നും മറുപടി പോലും തരാൻ പാടുള്ള ആളല്ല. അത് തന്നെയല്ലോ റീന നമ്മളും ചോദിക്കുന്നത്. പടച്ചോനില്ലേ? പടച്ചോൻ അങ്ങ് മറുപടി പറയില്ലേ? പടച്ചോന് പറ്റില്ലേ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കി തരാൻ പടച്ചോന് പറ്റും. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണെന്ന് ഇങ്ങനെ ഇത്രയും വെകിളി പിടിക്കുന്നത്? നബിയെ കുറിച്ച് മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ഖുർആനിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ മാന്യമായി മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. മാന്യമല്ലാത്ത രൂപത്തിൽ നബിയുടെ മാതാവിനെ വെടിയെന്ന് പറയുകയും മുസ്ലിം സമുദായത്തെ മുഴുവനും മുറിയണ്ടികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളുടെ പണം മോഹിച്ച് അവരുടെ സംരക്ഷണ കുപ്പായം എടുത്തിടുന്ന ആളുകളുടെ കാപട്യം നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് മനസ്സിലാക്കും. ഖുർആനിനെ കുത്തുപുസ്തകമെന്ന് ജാമിദ പറഞ്ഞിട്ടില്ല. എപ്പോ വിമർശിച്ചാലും ശരി, വസ്തുതാപരമായിട്ടല്ലാതെ ഒരു കാര്യവും ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിക്കില്ല. ഓരോരുത്തരും അവനവന്റെ വീടുകളിൽ ശീലിച്ചു വരുന്ന രീതികൾ മാത്രമാണത്. ഞാൻ അങ്ങനെ ശീലിച്ചു. മഹാന്മാർ എഴുതുകയാണ്, ഒരു പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് മനസ്സിലായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ തലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. മിർഫ ഇപ്പോഴും എന്റെ ചോദ്യത്തിനല്ല മറുപടി പറഞ്ഞത്. ഞാൻ മാന്യമല്ലാതെ സംസാരിച്ചിട്ടില്ല. ഞാൻ 3 ഖുർആൻ വചനങ്ങളും ഒരു ഹദീസും പറഞ്ഞു. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പറയൂ. ഞാൻ അന്ന് പറഞ്ഞ അതേ ആശയത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നത് പഠിച്ചു പറയുന്നത് കൊണ്ടാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ പറയുന്നതല്ലാത്തത് കൊണ്ടാണ്. ഭാര്യയും ഭർത്താവും നടന്നു പോയപ്പം അതീവ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ അവളോടൊന്ന് ഇടങ്ങി വെക്കും. ഓക്കെ, ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവല ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയത്താൽ തന്നെ എത്ര പറയാണ്ട്. അസ്ലം മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ കാണിച്ചു തരാ. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാം. ഇനി കേട്ടോളൂ, വലഹു തസ്വീജു മൻ ശാ ലിമൻ ശാ. ഇനി മൊത്തം പറ്റും. അതെങ്ങനെ? കെട്ടന് മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇന്ന പെണ്ണിനെ ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കാം. അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല, പെണ്ണിന്റെ വാപ്പന്റെ സമ്മതം ആവശ്യമില്ല. കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. 7-ാമത്തേതായി ഇനി 8. നമുക്ക് ഈ ഉസ്താദിനെ കുറ്റം പറയാൻ പറ്റുമോ? ഈ ഉസ്താദിനെ നിങ്ങൾ സംഖ്യയാണെന്ന് പറയുമോ? ഈ ഉസ്താദിനെ നിങ്ങൾ മതം വിട്ടവനാണെന്ന് പറയുമോ? ഈ ഉസ്താദിനെ നിങ്ങൾ ചാണക സംഖ്യയാണെന്ന് പറയുമോ? ഈ ഉസ്താദിനെ നിങ്ങൾ നിരീശ്വരവാദി എന്ന് വിളിക്കുമോ? ഈ ഉസ്താദിനെ നിങ്ങൾ യുക്തിവാദി എന്ന് വിളിക്കുമോ? എക്സ് മുസ്ലിം എന്ന് വിളിക്കുമോ? മതത്തിൽ നിന്ന് പുറത്തു പോയ മുർത്തദ്ദാണെന്ന് നിങ്ങൾ പറയുമോ? ഈ ഉസ്താദ് ഒരു മുസ്ലിം പുരോഹിതനല്ലേ? ഈ ബാക്കവി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ആ ഗ്രന്ഥം അസ്റുൽ മതാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ പറഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്.
ആ ഗ്രന്ഥം കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. ഇനി എന്താ ഇദ്ദേഹത്തോട് നമ്മൾ മറുപടി പറയുക? ഇദ്ദേഹത്തെ 4 തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇദ്ദേഹം എത്ര കെട്ടിയെന്ന് അന്വേഷിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ? ചിലപ്പോ അള്ളന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അവിടെ ഈജാബും കബൂലും തന്നെയല്ല. ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ, അതില്ലല്ലോ. ഏത് എന്നൊക്കെ പറയില്ലേ, കബീൽ തുനിക്കാഹ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ള നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബായ മുത്ത് റസൂൽ റസൂൽ. നോക്ക് നിങ്ങൾ, ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക. ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ്, ഒക്കെ ഒരു നിയമമാണ്. 4 ഭാര്യമാരെ സ്വീകരിക്കാ. ഹബീബായ തങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാഹ് ശരിയാവും. വലിയ വേണ്ട, സാക്ഷി വേണ്ട, മഹർ വേണ്ട. പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒക്കെ സ്വീകരിക്കാൻ നിർബന്ധം. പിന്നെ വേറൊരാൾക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല. ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തൊലാക്ക് ചൊല്ലിക്കൊള്ളണം. മാത്രമല്ല ആർക്കും ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം. അള്ള തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു. 9ാമത് മഹാൻ പറയാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പിൽ ഓരോന്നിനും വ്യത്യസ്ത നിയമമാണ്. നോമ്പിന്റെ കാര്യത്തിൽ സൗമിൽ വിസ്വാലുണ്ട്. എന്താ തുടർ? ഇത് മുസ്ലിം പ്രഭാഷകനാണല്ലോ പറയുന്നത്, ഞാനല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി എന്തുണ്ട് ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ? നസീർ ഒന്നും അറിയാത്ത നിഷ്കളങ്കൻ ചമൻ ഇങ്ങോട്ട് കയറി വരരുത്. ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളായിരുന്നെങ്കിൽ ഇതിനെ എടുത്ത് ഇങ്ങനെ വിമർശിക്കുമായിരുന്നോ? മദ്രസ ബുദ്ധി വെച്ചിട്ട് ദയവ് ചെയ്ത് എന്റെ എഫേർട്ട് വേസ്റ്റ് ആക്കരുത്, ടൈം വേസ്റ്റ് ആകുന്നു. അപ്പോൾ നബിയുടെ പെൺ വിഷയങ്ങളിലെ വീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളല്ല, പടച്ചോനും നബിയുടെ കിതാബുമാണ്. ഇതിനെ എടുത്ത് വിമർശിക്കുമ്പോൾ നമ്മളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഗ്രന്ഥത്തിൽ കിടക്കുന്നിടത്തോളം കാലം തലച്ചോറുള്ള ആളുകൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർ മാറി ചിന്തിക്കാൻ സന്നദ്ധരാകും. അങ്ങനെയുണ്ടോ? മിർഫയുടെ ഒരു സംശയം. മിർഫ പോകല്ലേ, നിർത്തിയതായിരുന്നു ഞാൻ. ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കൂ. ഓക്കെ, ഞാൻ മനസ്സിലാക്കി തരാം, നിൽക്കണേ. പെണ്ണ് ആരുടെയും അടിമയല്ല. അവൾക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശം അവൾക്കുണ്ട്. ആ ആയത്തൊന്ന് കാണിച്ചു തരുമോ? ഹദീസായാലും മതി, ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ? പോവല്ലേ, ഞാനൊരു ആയത്ത് കാണിച്ചു തരാം. നിസാ എന്ന് പറയുന്ന അധ്യായത്തിലാണ്. ഓക്കെ, കണ്ടല്ലോ, നിസാ 4-ാം അധ്യായം, സ്ത്രീകൾ എന്ന് തന്നെയാണ് അധ്യായത്തിന്റെ പേര്. അതിലെ 34. സാവകാശം പോയിരുന്നിട്ട് വായിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ വായിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. മിർഫയുടെ മുഖം മനസ്സിലാകാത്തതാണ്, പോട്ടെ. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും അവരുടെ ധനം ചിലവഴിച്ചതുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ, കണ്ടതൊക്കെ ബ്രാക്കറ്റിലാണ്, സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരെ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. പെണ്ണിന്റെ അവകാശത്തെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. പെണ്ണിന്റെ അവകാശത്തെ കുറിച്ചാണ്. സ്ത്രീകളുടെ മേൽ പൂർണ്ണമായിട്ടുള്ള അധികാരം പുരുഷനാണ്. ഇപ്പൊ ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ, പെണ്ണറിയാതെ, പെണ്ണ് പുരുഷനെ കാണാതെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ വരെ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഈ പെൺകുട്ടിയുടെ പിതാവിനും ഒക്കെ അവകാശമുണ്ട്. ഇനി എവിടെയാ സ്വയംവരം? മിർഫ പോയോ? മിർഫ പോയോ? സ്ത്രീകളുടെ അവകാശങ്ങളാ.
സമയമുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരാമായിരുന്നു. ഏതാണ്ട് എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് പോകണം, ജോലിയുണ്ട്. നിശാന്ത് ഹായ്. റീന ബിനോജ് നല്ല ചോദ്യമാണ്. ഇത് എന്തിനാ ചെയ്യുന്നത് എന്നല്ലേ. ഞാൻ ഈ മതം വിട്ട് സഹോദരി, എനിക്ക് ഈ മതം ശരിയല്ല എന്ന് തോന്നി ഞാൻ ഒഴിവാക്കിപ്പോയി. എന്നെ ജീവിക്കാൻ വിടുന്നില്ല. ഈ മതം വിട്ടു പോയതിൻ്റെ പേരിൽ എനിക്ക് നരകമാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി പൂട്ടിച്ചു, യൂസ്ഡ് കാറിൻ്റെ ഷോപ്പ് തുടങ്ങി പൂട്ടിച്ചു, സോപ്പ് കട 3 എണ്ണം തുടങ്ങി പൂട്ടിച്ചു. ജീവിക്കാൻ വിടുന്നില്ല. അപ്പോൾ എന്താണ് ഈ മതത്തിൽ നിന്നും പുറത്തു പോയാലുള്ള പ്രശ്നം? ഈ മതത്തിൻ്റെ സഹിഷ്ണുത എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പിന്നീട് എൻ്റെ ജീവിതം തന്നെ എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.